ഇത് ഹിറ്റാച്ചി എനർജി ഇന്ത്യ ലിമിറ്റഡ്. ഇത് 2020 ലിസ്റ്റിംഗ് ആയ ഒരു സ്റ്റോക്കാണ്. ആ സമയം മുതലേ അപ്പ് ട്രെൻഡ് ആണ്. നമ്മളതിന് സപ്പോർട്ട് വെച്ച് നോക്കുമ്പം കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഇത് അപ്പ് ട്രെൻഡ് ആണ്. ഇതൊരു മന്ത്ലി ചാർട്ടാണ്. അപ്പോൾ നമ്മളതിൻ്റെ ഒരു വീക്ക്ലി ചാർട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ആകപ്പാടെ ഒരു ചെറിയ റെസിസ്റ്റൻസ് ഏരിയ വന്ന് ചെറിയൊരു കറക്ഷനിലോട്ട് പോയത് ഈ ഒരു ഏരിയയിൽ മാത്രമാണ്. 2022 ഫെബ്രുവരി മുതൽ 2023 ഏപ്രിൽ വരെ ഏകദേശം ഒരു വർഷത്തിൽ കൂടുതലും ഒരു ചെറിയൊരു കാലയളവിൽ മാത്രമേ ഒരു ട്രെൻഡ് നടക്കാതിരുന്നോളൂ. ഒരു ചെറിയ ഡൗൺ ആയുള്ളൂ. അതിനുശേഷം വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് കേറിപ്പോയതാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് വീണ്ടും മന്ത്ലി ക്യാൻഡിലോട്ട് വരാണെങ്കിൽ ആ ട്രെൻഡ് കറക്റ്റാ മനസ്സിലാവും. അപ്പോൾ നമുക്കിതിൽ നിലവിൽ ഇതിൻ്റെ ഒരു ക്ലോൺ എടുത്ത് സാധാരണ നമ്മൾ വെച്ച് നോക്കും. അപ്പുറത്ത് ആ റെസിസ്റ്റൻസ് ഏരിയ അറിയാൻ വേണ്ടി മാത്രം. അപ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഏകദേശം പല സമയങ്ങളിലും ആ റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്തിട്ട് താഴോട്ടാണ് അത് ഇറങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ കഴിഞ്ഞ 2025 ജൂണിലും ജൂലൈയിലൊക്കെ അത് ക്രോസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ വീണ്ടും താഴോട്ട് വന്നു. അപ്പോൾ ആ ഒരു റെസിസ്റ്റൻസ് ഏരിയ നോക്കുകയാണെങ്കിൽ ഒരു 26,700ന് മോളിൽ ആ റെസിസ്റ്റൻസ് ഏരിയ വരും. നമ്മളത് മാറ്റി നിർത്തിയിട്ട് നമുക്കല്ലാതെ ഒരു രീതിയിൽ ആ റെസിസ്റ്റൻസ് ഏരിയ നോക്കാം. ഇപ്പോൾ ഒരു വീക്ക്ലി ക്യാൻഡിലോട്ട് നമ്മൾ മാറ്റിയിട്ട് ഈ ഒരു ഏരിയ ഇവിടുന്ന് നമ്മൾ ട്രെൻഡ് ലൈൻ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നതാണ് കഴിഞ്ഞ വീഡിയോകളിൽ. ഈ ഹൈകൾ കണക്ട് ചെയ്ത് ഈ ഒരു ഏരിയ ഈ ഒരു ഏരിയയിൽ നമ്മളൊരു പഴയ ഹൈകൾ ചേർത്ത് ഒരു റെസിസ്റ്റൻസ് ഏരിയ നോക്കുന്ന സമയത്ത് അവിടെ ഒരു അടുത്ത റെസിസ്റ്റൻസ് ഏരിയയിൽ വന്നിട്ടുണ്ട്. അത് ഏകദേശം ഒരു 25,700, 800 റേഞ്ചിലായിരിക്കും ആ വിക്ക് വന്നിട്ടുള്ള ഏരിയകൾ. ബോഡി ആണെങ്കിൽ അല്പം കൂടെ താഴോട്ട് വരും. 25 ബോഡിയാണെങ്കിൽ ഇപ്പം നിലവിൽ ഇപ്പം നിൽക്കുന്ന പ്രൈസിൻ്റെ ഏകദേശം 25,217 ആ ഒരു റേഞ്ച് ആയിരിക്കും ആ വിക്കും ബോഡിയും തമ്മിലുള്ള വ്യത്യാസം. ആ ഒരു റേഞ്ച് വരെയൊക്കെ നമുക്ക് റെസിസ്റ്റൻസ് ഏരിയ കിട്ടാം. അപ്പോൾ നമുക്കിതല്ലാതെ ഈ ഒരു ട്രെൻഡ് ലൈൻ അല്ലാതെ നമുക്കിവിടെ ഒരു പാരലൽ ചാനൽ എന്നൊരു സംഭവമുണ്ട്. അത് വെച്ച് വേണമെങ്കിൽ ഈ ഒരു ലെവലിൽ നമുക്ക് മാർക്ക് ചെയ്ത് നോക്കാം. മുകളിൽ സെലക്ട് ചെയ്ത ശേഷം അത് താഴോട്ട് എവിടെയാണോ വിക്ക് ക്ലോസ് ആവണ ആ ഒരു ലെവലിൽ നമ്മൾ കൊണ്ട് വെച്ചാൽ കറക്റ്റായിട്ടിരിക്കും. അപ്പം നമ്മൾ 2 ലൈന് വരച്ച് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിലവിൽ ഇതിപ്പോൾ ഒരു ബൈയിങ് ഏരിയ അല്ല. നിലവിൽ ശരിക്കും ഈ ഒരു ഏരിയ ഇവിടെന്നായിരുന്നു ഒരു സപ്പോർട്ട് എടുത്ത് ഇവിടെ ഒരു ബാക്കോട്ട് നടന്ന് തിരിച്ച് ആ ഒരു ലെവൽ റീടെസ്റ്റിന് വന്ന ശേഷം പ്രൈസ് മോളിലോട്ട് പോയി. മോളിലോട്ട് പോയിട്ട് ഈ ഒരു ലെവലിൽ ബ്രേക്ക് ചെയ്തിട്ടില്ല. വീണ്ടും താഴോട്ട് വന്നു. ആ പഴയ സപ്പോർട്ടിൽ നിന്ന് വീണ്ടും മോളിലോട്ട് കയറി. അപ്പോൾ നിലവിൽ ഇപ്പോൾ വീണ്ടും റെസിസ്റ്റൻസ് ഏരിയയിലാണ്. അപ്പോൾ അത് ഇനി ബ്രേക്ക് ചെയ്ത് നല്ലൊരു മൂവ്മെൻറ്റ് മോളിലോട്ട് കിട്ടണമെങ്കിൽ അവിടെ ബ്രേക്ക് നടന്ന് അവിടെ ഒരു റീടെസ്റ്റ് നടന്നാൽ മാത്രമേ നമുക്ക് അവിടുന്ന് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. ഇതൊരു ഡേഞ്ചറസ് ഏരിയയാണ്. ഈ ഏരിയയിൽ നിന്ന് എപ്പോൾ വേണോ പ്രൈസ് താഴോട്ട് വരാം. അപ്പോൾ നമ്മളിതിനെല്ലാം മാറ്റി നിർത്തിയിട്ട് ഇതെല്ലാം മാറ്റി നോക്കാം. നമ്മൾ വേറൊരു രീതിയിൽ നോക്കുകയാണെങ്കിൽ മന്ത്ലി ക്യാൻഡിലോട്ട് വരാം. അപ്പം നമ്മൾ FPGയെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഇതിപ്പോൾ നിലവിൽ FPGക്ക് മുമ്പുള്ള ഇതിപ്പോൾ നിലവിലൊരു മന്ത്ലി ക്യാൻഡിലാണ്. അപ്പോൾ ഈ മന്ത്ലി ക്യാൻഡിലിൻ്റെ ഇതിപ്പം പൂർണ്ണമായിട്ട് വന്നിട്ടുണ്ട്. ഏകദേശം ഇനി 2, 3 ദിവസം കൂടെ അല്ലേ ഉള്ളൂ ഇതിപ്പം ക്ലോസ് ആവാൻ. പക്ഷെ അത് കഴിഞ്ഞാൽ അടുത്ത പറഞ്ഞ ക്യാൻഡിൽ ചിലപ്പോൾ ഈ ഒരു ലെവലിലായിരിക്കും നിൽക്കുന്നത്. ഇതിനോട് ചേർന്ന് നമ്മൾ FPG മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ കാണുമ്പോൾ മിക്കവാറും അടുത്തൊരു മദർ ക്യാൻഡിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത് പറഞ്ഞ ക്യാൻഡിലും ഈ ഒരു റേഞ്ചിലായിരിക്കും നിൽക്കാൻ സാധ്യത. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ റെസിസ്റ്റൻസ് ഏരിയയ്ക്ക് മുകളിൽ ചിലപ്പോൾ ബ്രേക്കൗട്ട് നടന്ന് അവിടെ ഒരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്ത ശേഷം പ്രൈസ് താഴോട്ട് ഇറങ്ങി ഈ ഒരു ലെവലിൽ വല്ലോ അടുത്ത ക്യാൻഡിൽ ക്ലോസ് ചെയ്യാനായിരിക്കും സാധ്യത കൂടുതൽ. അങ്ങനെ ആവുകയാണെങ്കിൽ പിന്നെ ഈ ഒരു FPGയിലോട്ടായിരിക്കും പ്രൈസ് ഇറങ്ങി വരാൻ ചാൻസ്. ഇറങ്ങി വരികയാണെങ്കിൽ 19,898 റേഞ്ച് ആയിരിക്കും അടുത്ത FPG. അത് നമ്മൾ FPG ആണെന്ന് പറയണമെങ്കിലും അടുത്ത ക്യാൻഡിൽ വന്ന് എങ്ങനെയാണ് ക്ലോസ് ചെയ്യണമെന്നൊക്കെ നോക്കണം. അപ്പോൾ നിലവിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്രഷ് ബൈയിങ് ഏരിയ അല്ല. നമുക്കിതിൻ്റെ അടുത്ത മാസത്തെ ക്യാൻഡിൽ വന്നതിന് ശേഷം നമുക്കൊരു തീരുമാനം എടുക്കണതായിരിക്കും നല്ലത്. നിലവിലിപ്പോൾ റെസിസ്റ്റൻസ് ഏരിയയിലാണ്. ഒരു ബൈയിങ് എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റാത്തൊരു ഏരിയ. അപ്പം ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ നിങ്ങൾ എപ്പോഴും പഠിച്ചു വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും. ഇതേപോലത്തെ വേറെയും 2, 3 സ്റ്റോക്കുകളുണ്ട്. ഒരു SBL ഞാൻ കാണിച്ചു തരാം. മുമ്പ് കാണിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു. SBL എഞ്ചിനീയറിംഗ്. ഒരുപാട് സ്റ്റോക്കുകളുണ്ട്. പക്ഷേ ഞാൻ പെട്ടെന്ന് കാണിക്കാൻ വേണ്ടി എടുത്തന്നേ ഉള്ളൂ. ഇത് കണ്ടോ, ഇത് ഈ ഒരു മെയിൻ റെസിസ്റ്റൻസ് ഏരിയയാണ് മറികടന്ന് പോയിട്ട് അത് ബ്രേക്കൗട്ട് നടന്ന ശേഷം താഴോട്ട് വന്നു. അവിടെ പ്രൈസ് ക്ലോസ് ചെയ്തില്ല. വീക്ക്ലി ക്യാൻഡിലും മന്ത്ലി ക്യാൻഡിലും ഒക്കെ ആണെങ്കിൽ ലിക്വിഡിറ്റി മാത്രമേ ഉള്ളൂ. അവിടെ ബോഡി പുറത്ത് ക്ലോസ് ചെയ്തിട്ടില്ല. ബോഡി ക്ലോസ് ചെയ്തിരിക്കുന്നത് താഴെയാണ്. വീക്ക്ലി ക്യാൻഡിലിൽ ആദ്യത്തെ ബോഡി വെളിയിൽ നിന്ന് വന്ന് താഴോട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്.
ഇവിടെ വിക്കില്ലെന്നേ ഉള്ളൂ. പക്ഷേ താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് നേരത്തെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇവിടെ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്ത് താഴോട്ട് വന്ന് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യാതെ ക്ലോസ് ചെയ്യാതെ താഴോട്ട് വരപ്പം നമുക്ക് ഉറപ്പിക്കാം പ്രൈസ് താഴോട്ട് വരും. ഉണ്ട് ഈ ഒരു ഏരിയയിൽ നിന്നാണ് ബ്രേക്ക് ചെയ്ത് പോയത്. അപ്പോൾ നമ്മൾ നേരത്തെ ആഹ്, ആ മറ്റേ ഹിറ്റാച്ചിയിൽ കണ്ടതുപോലെ അടുത്ത് സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ എവിടെ കിട്ടണം? 649 റേഞ്ചിലായിരിക്കണം അടുത്ത സപ്പോർട്ട്. ഇപ്പം ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തുകൊണ്ട് പിന്നെ നമ്മളത് നോക്കിയിട്ട് കാര്യമില്ല. അപ്പം ഈ ഒരു റേഞ്ചിലായിരിക്കും അടുത്ത സപ്പോർട്ട് കിട്ടേണ്ട സാധ്യത. ഇവിടെ നിന്ന് നമുക്ക് റെസിസ്റ്റൻസ് ഏരിയ നമുക്ക് ഇവിടുന്ന് അറിയാൻ പറ്റും. ഈ ഒരു റേഞ്ചിൽ. ഇത് ഒരു ഹൈ ആണ്. നമുക്ക് വേണമെങ്കിൽ ഒരു ക്ലോൺ എടുത്ത് വേണമെങ്കിൽ വെച്ച് നോക്കാം. ഇതും ഒരു ഹൈ ആയിട്ട് നമുക്ക് കണക്ക് കൂട്ടാം. ഒരു ഷോർട്ട് ടൈം ഫ്രെയിമിൽ ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രൈസ് വന്ന് അത് ബ്രേക്ക് ആയില്ല. വീണ്ടും താഴോട്ട് വന്ന് അടുത്ത് ആ ആ ഒരു ഏരിയയിൽ വന്നിട്ട് തന്നെ പ്രൈസ് താഴോട്ട് വന്നത് കണ്ടോ? അപ്പോൾ നമ്മൾ ഇതേപോലുള്ള പല സംഭവങ്ങളും എടുത്ത് നോക്കണം. എല്ലാം കൂടെ നോക്കുമ്പം നമുക്കൊരു ധാരണ കിട്ടും. എല്ലാം ഒറ്റ കാര്യം മാത്രം നോക്കാതെ പല കാര്യങ്ങളും ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരുപാട് കാര്യങ്ങൾ അതിൽ മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ഇനി വേറെ ഒരു സ്റ്റോക്കും കൂടെ കാണിച്ചു തരാം. ഇത് RM ട്രിപ്പ് എന്ന സ്റ്റോക്കാണ്. ഇത് നമ്മൾ ഈ മുകളിലുള്ള ആ റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്ത് രണ്ടാമത്തെ ക്യാൻഡിൽ വന്നപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നതാണ്. രൂപ റേഞ്ചിലെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടുന്ന് ഏകദേശം ഈ ഒരു റേഞ്ച് 112, 113 റേഞ്ചിലായിരുന്നു നമ്മൾ റെസിസ്റ്റൻസ് ഏരിയ പറഞ്ഞിരുന്നത്. ആ ഒരു ഏരിയയിൽ നിന്ന് പ്രൈസ് ബ്രേക്ക് ചെയ്ത് പോയി. പക്ഷേ നമ്മൾ ഈ കഴിഞ്ഞ വ്യാഴാഴ്ചയിലൊന്ന് പോസ്റ്റ് ചെയ്തിരുന്നു. അതായത് ഇത് ഡെയിലി കയറി പോണത് ഒരു ഓരോ ശതമാനം വെച്ചാണ്. എൻ്റെ ചേൽസി എന്ന് പറയുന്നത് 20% ആണെന്ന് മുമ്പേ പോസ്റ്റ് ചെയ്തിരുന്നതാണ് നമ്മുടെ ഗ്രൂപ്പിൽ. നമുക്ക് നേരത്തെ കണ്ടെത്താൻ പറ്റും. ഇവിടുന്ന് ഈ ഒരു ലെവലിൽ നിന്നൊരു താഴോട്ട് വരികയാണെങ്കിൽ അവിടെ പ്രൈസ് അവിടെ സ്റ്റേ ചെയ്തില്ലെങ്കിൽ അത് താഴോട്ട് വരേണ്ട സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇവിടുന്ന് ഡെയിലി ഓരോ ശതമാനം വെച്ച് കയറിപ്പോയൊരു സ്റ്റോക്ക് ഒറ്റ ദിവസം കൊണ്ട് 20% കൊണ്ട് ഇന്ന് എൽസി അടിച്ചത്. അപ്പോൾ ഇത് നമുക്ക് ചാർട്ട് കണ്ടിന്യൂസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ പഠിച്ചതുപോലെ തന്നെ വരണമെന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മളിതേപോലെ ഇവിടെ വരച്ചത് കൊണ്ടും പൈസ താഴോട്ട് വന്നൊന്നുമല്ല. നമുക്കിത് അറിയാൻ പറ്റും. ഏകദേശം നമ്മൾ ചാർട്ട് കണ്ടിന്യൂസ് ആയിട്ട് എടുത്ത് സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ. ഈ സെയിം മെത്തേഡിലുള്ളതാണ് SBL. അതേപോലെയാണ് ഒരു റെസിസ്റ്റൻസ് ഏരിയയാണ് നിലവിലിപ്പോൾ ഹിറ്റാച്ചിയിലും കാണുന്നത്. അപ്പോൾ ആ ഒരു ഏരിയയിൽ ബ്രേക്കൗട്ട് ആവുമോ അല്ലെങ്കിൽ ബ്രേക്കൗട്ട് ആവാതെ താഴോട്ട് വരുമോ, ബ്രേക്കൗട്ട് ആയിട്ട് അവിടെ പ്രൈസ് സ്റ്റേ ചെയ്യുമോ, അവിടെ റീടെസ്റ്റ് നടക്കുമോ എന്നൊക്കെ നമ്മൾ നോക്കണം. റീടെസ്റ്റ് അവിടെ ഒരു ബ്രേക്കൗട്ട് നടന്ന് പ്രൈസ് അവിടെ ഒരു റീടെസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്കൊരു പ്രതീക്ഷയുള്ളൂ. അല്ലെങ്കിൽ ഇതേപോലെ താഴോട്ട് വരാൻ തന്നെയാണ് ചാൻസ്. റീടെസ്റ്റ് വന്നാൽ മാത്രമേ നമ്മളൊരു ഫ്രഷ് എൻട്രി അവിടെ നോക്കിയിട്ട് കാര്യമുള്ളൂ. റീടെസ്റ്റ് വരുന്നതിന് മുമ്പ് അവിടെ എന്ത് സംഭവിച്ചാലും നമ്മളവിടെ എൻട്രി എടുക്കുന്നത് എപ്പോഴും റിസ്ക്കാണ്. അപ്പോൾ നിങ്ങൾ ചാർട്ടൊക്കെ എടുത്തിട്ട് ഇതേപോലുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് വരച്ച് പഠിക്കണം. അതൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒറ്റ ലൈനിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ചാർട്ടിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്ന്. ഇത് നമ്മൾ പ്രാക്ടീസ് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നമുക്കിത് വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാനേ ഉള്ളൂ.